വണ്ടൂര് പ്രഭാഷണത്തിന് പോയി. അതിലൊരു 60-70% മുസ്ലിംസാണ്. വണ്ടൂർ അങ്ങനെ ഒരു സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഉച്ചക്ക് ഭക്ഷണം കഴിയുമ്പോൾ തിരിച്ചു വന്നിട്ട് രണ്ടാമത് പറഞ്ഞു. ഇവർ ചോദ്യം നിർത്തുന്നു, ചോദ്യത്തോട് ചോദ്യം. അങ്ങനെ അവിടുന്ന് ചാടി പഠിച്ചിട്ടാണ് ഭക്ഷണം ഫാസ്റ്റായിട്ട് കഴിച്ച് കോട്ടക്കൽ ഒരു പ്രഭാഷണം. അപ്പൊ ഇതിന് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് കാളകാട്ട് തന്ത്രിയാണ്, ആഴ്വഞ്ചാരി തമ്പ്രാക്കളാണ്. ഞാനത് ഒരു ഏതോ ഒരു വീഡിയോക്ക് അവരെ കുറിച്ച് പറയുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ നമ്പൂതിരിയാണ് ആഴ്വഞ്ചേരി തമ്പ്രാക്കൾ. നമ്മൾ സാധാരണ സാഷ്ടാംഗ പ്രണാമം ചെയ്താല് മൂക്കിനും നെറ്റിയും നിലത്ത് മുട്ടണം എന്നാണ്. അപ്പൊ സ്ഥിരമായിട്ട് സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്ന നമ്പൂരിമാരുടെ മൂക്കിനും നെറ്റിക്കും തഴമ്പ് വേണ്ടേ? ഇതാണ് കൈ നിലത്ത് മുട്ടേണ്ടത്. അപ്പൊ ഇവിടെ തഴമ്പ് വേണ്ടേ? അങ്ങനെയാണ് ഞാൻ കണ്ടിട്ട് ഒരാളെ കണ്ടിട്ടുള്ളൂ. ആഴ്വഞ്ചേരി തമ്പ്രാക്കളാണ്. അവരുടെ മൂക്ക് ബ്ലാക്ക് ആണ്, ഇവിടെ ബ്ലാക്ക് ആണ്, ഇവിടെയും ബ്ലാക്ക് ആണ്. കാരണം വീണിട്ടാണ്. മുട്ട് നോക്കാൻ പറ്റില്ല, കാരണം മുകളിലോ അല്ലെങ്കിൽ മുട്ടിന് ഉറപ്പായിട്ടുണ്ടാവും. എന്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടാണ്, വെറുതെ പറയുന്നല്ല സാഷ്ടാംഗം ചെയ്യുന്നതാണ്. അദ്ദേഹം ഷർട്ടൊക്കെ ഇട്ടിട്ടാ വന്നത്. ഷർട്ടൊക്കെ ഇട്ടാ എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇന്ന് സംസാരിക്കുന്ന വിഷയം ഞാനന്ന് വാസ്തുവും അതും ഇതൊക്കെയാ പറഞ്ഞത്. അന്ന് ഇപ്പൊ ഓർമ്മയില്ല സത്യം പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ബ്രഹ്മത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ തിരുമേനി എനിക്ക് അറിയില്ല. എടോ ഞാൻ മുട്ടി നിൽക്കാം, താൻ പറഞ്ഞാൽ മതി. ഇന്നും എനിക്ക് ഓർമ്മയില്ല അതിൽ ഒരു സംസാരിച്ചു ഒരു വാക്ക്. അയാൾ തൊട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു. അസാധ്യ പ്രഭാഷണമായിരുന്നു. കൊണ്ട് എത്ര പേരാ വന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഒരു മനുഷ്യൻ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഒരു വിവരം. പക്ഷെ അത് കഴിഞ്ഞ് പലപ്പോഴും ഹൃദയ ഗുഹര മധ്യേ കേവലം ബ്രഹ്മ മാത്രം എന്നൊക്കെ ഞാൻ പാടുന്നുണ്ട്. പലപ്പോഴും പാടുന്നത്. ഇത് എവിടുന്ന് എനിക്ക് കിട്ടിയത്, ഞാൻ എവിടുന്ന പഠിച്ചു വെച്ചാൽ അവിടുന്ന് പഠിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അദ്ദേഹം തന്നാന്ന് എനിക്ക് ഓർമ്മ. ഒന്നും അറിയില്ല, അറിയാത്ത. അതുപോലെ ആദ്യമായിട്ട് എന്നെ കാണാൻ ബ്രഹ്മശ്രീ വന്ന സമയത്ത് എന്നെ ഫോൺ വിളിച്ചു രാവിലെ. ഞാൻ എൻ്റെ ഭാര്യയുടെ വീട്ടിൽ നിൽക്കുകയാണ്. അപ്പൊ എന്നെ ഫോൺ വിളിച്ചിട്ടൊന്ന്, അന്ന് വീട്ടിൽ ഫോണില്ല, വീട്ടിൽ ഫോണില്ല. വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു വീട്ടിലുണ്ടോ, എന്നാ കാണാൻ പറ്റുമോ? ആരായി KPC ഒന്നും എനിക്കറിയില്ല. ഓ ശരി, ഞാൻ വീട്ടിലുണ്ടോ. എന്നിട്ട് എൻ്റെ വൈഫിന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ KPC വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇത് എന്ത് മഹാപാപം ചെയ്യണം, അദ്ദേഹം നമ്മുടെ വീട്ടിൽ വന്നതാണ്. കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് അങ്ങോട്ട് പോയി കാണേണ്ട ആളല്ലേ തിരുമേനി. അപ്പൊ ടെലിഫോൺ നമ്പർ ഇല്ല. അടുത്തൊരു തിരുമേനിയുടെ ഒരു പ്രൊഫസർ ഉണ്ട്, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയാൽ നമ്പർ കിട്ടുന്നു. നമ്മൾ അങ്ങോട്ട് പോയി നമ്പറൊക്കെ മേടിച്ച് വിളിക്കുമ്പോഴത്തേക്കും തിരുമേനി അവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പം എങ്ങനെയാണോ നിങ്ങളുടെ അടുത്ത് എത്താന്ന് ചോദിച്ചിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ബസ് സ്റ്റാൻഡിൽ അടുത്ത് ചോദിച്ചാൽ പറഞ്ഞു CVK വാര്യരുടെ വീട് ഏതാണ്. അച്ഛനവിടെ സ്കൂളിന്റെ ഹെഡ്മാഷും AEOയും പരിഷത്തും നല്ല സാമൂഹ്യ പ്രവർത്തകൻ, എല്ലാ പ്രോഗ്രാമുകളിലും അധ്യക്ഷത വഹിക്കുന്ന ഒരു സീനിയറാണ്. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ ചോദിച്ചാൽ മതി. ഇദ്ദേഹം എങ്ങനെ വരുന്ന പോലും എനിക്കറിയില്ല. അന്ന് ഈ 118 എണ്ണിയാണ് വളരെ സ്റ്റാറ്റസ് ഉള്ള കാർ. സാധാരണ പത്മിനി ഇല്ലേ, പത്മിനി കഴിഞ്ഞാൽ അതിന്റെ മുകളിലുള്ളതാണ് 118 എണ്ണി. അത് വലിയ കാറാണ്. പണ്ട് പ്രേം നസീറിന്റെ ഒക്കെ സിനിമയിൽ 118 എണ്ണി കാണും. ആ സ്റ്റൈലിലാണ് വരുന്നത് തെരുവിൽ. അപ്പൊ അവിടെ ആരോട് ചോദിച്ചു, ഡോക്ടർ TPS ആർക്കും അറിയില്ല, CVK വാര്യർ ആണ്. അപ്പൊ അവർക്കൊക്കെ സംശയം ഇദ്ദേഹത്തിന്റെ CVK വാര്യർ. കാരണം ഇയാളെല്ലാവർക്കും അറിയാം, ഇദ്ദേഹം വലിയ മനുഷ്യനാണ്. അയാൾ നമ്മളെ തപ്പിട്ടാ വരണേ. ഇദ്ദേഹം വരുന്ന സമയത്ത് അതിന്റെ പിന്നെ ഒരു 10-20 ആളും വരുന്നു. ഗേറ്റിന്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും നമുക്കൊരു വിധം എന്നെ ബ്രീഫ് ചെയ്തു. ഇത് ചെയ്യാൻ പറ്റില്ലാത്തവർ, ആ അപരാധം ക്ഷമിക്കണമെന്നുണ്ട് കാലിലങ്ങോട്ട് വീണു. ഞാൻ മാപ്പപേക്ഷിക്കാൻ, എനിക്ക് തെറ്റുപറ്റിപ്പോയതാണ്, ഞാൻ അങ്ങോട്ട് വന്ന് കാണേണ്ടതായിരുന്നു, ഇങ്ങോട്ട് വരാൻ പറയേണ്ടതായിരുന്നില്ല. അപ്പൊ ഞാൻ തന്നെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നിട്ട് തലയിൽ കൈ വെച്ചിട്ട് വെച്ചിട്ട് പറഞ്ഞു, ഞാൻ നേടിയ എല്ലാ വിദ്യയും, കാലാകാലങ്ങളായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ സ്വത്തും, അറിവിന്റെ എല്ലാ സംഭവങ്ങളും, ഞാൻ ചെയ്ത എല്ലാ നാമജപങ്ങൾക്കുമുള്ള ഫലം തനിക്കിരിക്കട്ടെ എന്നുള്ള കാര്യമാണ്. അങ്ങനെ ഒരു ഭാഗ്യം ആദ്യത്തെ എന്താ പറയുന്ന വാക്യം. അന്ന് ഞാൻ എൻ്റെ ഇതിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുള്ള സീഡ്ലിംഗ് എന്ന് പറഞ്ഞ ബുക്ക് എഴുതാം. 13th ചാപ്റ്റർ അന്ന് ട്രെയിനിലായ, അപ്പൊ ട്രെയിനിൽ നിന്ന് എഴുതാം.
അപ്പൊ ഇപ്പൊ ക്ലാരിയോൺസിലാണല്ലേ എഴുത്ത്. എന്റെ ഭഗവാനെ, ഞാൻ തീർക്കാൻ പോണ ചാപ്റ്റർ എങ്ങനെ ജഹറിന് മനസ്സിലാവുന്നില്ല. ഒരു ഭാഗ്യമായിരുന്നു. അദ്ദേഹം ഒന്നും ഇല്ലാണ്ടിരുന്നത് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും വേണ്ട. അദ്ദേഹത്തെ തന്ത്രസമുച്ചയം എന്ന പുസ്തകം എഴുതിയിട്ടുള്ള കേരളത്തിലെ ഏക വ്യക്തി. അദ്ദേഹം വരുന്ന സമയത്ത് കുടുമയാണ്, കംപ്ലീറ്റ് ഭസ്മാണ്, മേൽമുണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ എടുപ്പ് കണ്ടാലുണ്ട് ഏതൊരാളും കാലിലും. ആ ഗമയാണ്. ഒരു നമ്പൂരിമാരും നേരെ നിൽക്കില്ല, അത്രയും ഗാംഭീര്യത്തോടുകൂടി. പിന്നെ അങ്ങോട്ട് എല്ലായിടത്തും എന്നെ കൊണ്ട് നടന്നില്ല. എല്ലായിടത്തും നടക്കാന്ന് പറഞ്ഞാൽ, ഞാൻ ഹൈദരാബാദിൽ നിന്ന് വരുമ്പോൾ ഇരിങ്ങാലക്കുട എത്തുന്നതിന് മുമ്പ് ചേർപ്പിലാണ് വീട്. നേരെ ചേർപ്പിൽ വീട്ടിൽ പോകും. വൈഫ് ഓട്ടോറിക്ഷയിൽ അവരുടെ വീട്ടിൽ പോകും. ഞാൻ അവിടെ പോയി ഭക്ഷണം കഴിച്ചിട്ടേ വീട്ടിൽ പോകും. അപ്പോൾ തിരുമേനിയുടെ വൈഫ് വിളമ്പി തരുമ്പോൾ പറയും, ഞാൻ വിളമ്പി കൊടുക്കട്ടെ, എനിക്കതാ ഇഷ്ടം. തിരുമേനി തന്നെ വിളമ്പി തരും. ഒരു അച്ഛൻ മകന് പോലും അങ്ങനെ വളർത്തി കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ അടുത്തിരുന്നിട്ട് കഴിക്കും. അങ്ങനെ എന്നെ നോക്കിയത് വലിയ ഭാഗ്യമാണ്. അദ്ദേഹത്തിന് ആരും അങ്ങനെ ഒരു ശിഷ്യനായിട്ട് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം അതൊരു വലിയൊരു. പിന്നെ എന്നെ റേഡിയോയിൽ വരണം, ടി വിയിൽ വരണം എന്നൊക്കെ അദ്ദേഹത്തിന്റെ ആഗ്രഹം. എന്നിട്ടാണ് ഏഷ്യാനെറ്റിൽ പിടിച്ചോണ്ട് പോയതും പത്രത്തിൽ പതിക്കും, എല്ലാരെയും വിളിക്കും, വിളിച്ച് ഇദ്ദേഹത്തിന്റെ പത്രത്തിൽ. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തില് പിന്നെ എഡിഷൻ വരുന്ന സമയത്ത് എൻ്റെ ഒരു 3 പേജ് എനിക്ക് വേണ്ടിയിട്ട് എഴുതി. അല്ലാത്ത സ്നേഹമായി. ഹൈദരാബാദിലൊക്കെ ഒരു എൻ്റെ കൂടെ താമസം. അപ്പൊ ഞാൻ 4 ദിവസം 5 ദിവസമൊക്കെ താമസിക്കുമ്പോൾ അവിടെ കുറേ പ്രഭാഷണങ്ങളാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പ്രഭാഷണം കഴിഞ്ഞ് തിരുമേനി പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ ഏതെങ്കിലും ഈ ആധ്യാത്മിക ഏതെങ്കിലും പീരിയോഡിക്കൽസ് ഉണ്ടാവും. അപ്പൊ ഞാനൊരു ആർട്ടിക്കിൾ എഴുതുന്നത് KPCയുടെ പ്രഭാഷണങ്ങളിലൂടെ. അദ്ദേഹം പഠിപ്പിച്ച എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് അങ്ങനെ പഠിക്കുമായിരുന്നു. ഇരുന്ന് എഴുതി പഠിക്കും. എന്നിട്ട് അതൊക്കെ അത് എഴുതി കൊടുക്കുന്നത്. അങ്ങനെ ഫോറസ്റ്റിലൊക്കെ ഒരു ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ തിരുവനന്തപുരത്തും അദ്ദേഹത്തിന്റെ, എൻ്റെ ബ്രദർ ഉണ്ടായാലും ഞാൻ തിരുമേനിയുടെ മരുമകന്റെ കൂടെ അവിടെയാണ് താമസിക്കുന്നത്. അപ്പം ഒരു പാരലിറ്റിക് അറ്റാക്ക് പിടിച്ചിട്ട് പിന്നെ റിക്കവർ ചെയ്തൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. അയാളുടെ കാറിലാണ് നമ്മളെ അവിടെ കൊണ്ടുപോകുക ചെയ്തത്. അപ്പം അയാൾ പറഞ്ഞിട്ട്, പണ്ട് ഒരു പ്രാവശ്യം തിരുവനന്തപുരത്ത് വന്നപ്പോൾ കാറിൽ കൊണ്ടുപോയപ്പോൾ ചെറ്റൊരു ശ്ലോകം ഓർമ്മയുണ്ടോ? അപ്പൊ അന്ന് ഇദ്ദേഹത്തിന്റെ കാറ് വല്ലാണ്ട് സൗണ്ട് ഉണ്ടാക്കായിരുന്നു. ആ സൗണ്ടിനെ കുറിച്ചൊരു കവിത എഴുതി. അങ്ങനെ നിമിഷ കവിയാണ്. ഏത് സംഭവത്തിനും ഒട്ടന്നെ കവിത എഴുതി. അങ്ങനെ കഴിവുള്ള വ്യക്തിയാണ്. കൊച്ചുമകള് BA MS പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂർ പോകുമ്പോഴത്തേക്കും 300 പോസ്റ്റ് കാർഡുകൾ മേടിച്ചിട്ട് മകളുടെ അഡ്രസ് അതിനകത്ത് പ്രിന്റ് ചെയ്തു. എന്നിട്ട് എല്ലാ ദിവസവും ഓരോ കത്ത്. ഏതെങ്കിലും ഒരു മുത്തശ്ശൻ അങ്ങനെ കാണുമോ ലോകത്ത്? എന്തൊരു കാഴ്ചപ്പാടെന്ന് ആലോചിച്ചു. ആ ഓരോ ദിവസവും കത്തെഴുതാണ്. അതിന് അഡ്രസ്സ് എഴുതേണ്ട പണി കുറക്കാൻ വേണ്ടിയൊക്കെ പ്രിന്റ് ചെയ്തു. നമ്മൾ ആര് ചെയ്തു? എന്നിട്ട് അതിനകത്ത് തിരുമേനി മരിച്ചതിന് ശേഷം നല്ലൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അന്ന് മലയാളം എന്ന് പറഞ്ഞൊരു വാരികയുണ്ട്. അപ്പൊ അതിനകത്ത് ആ വാരികയിൽ കണ്ടിട്ട് ഞാൻ അവളുടെ നമ്പർ തപ്പി കണ്ടുപിടിച്ച് അവളെ വിളിച്ചപ്പോൾ ഞാനിങ്ങനെ, ഡോക്ടർ TP ശശികുമാറാണ്, അമ്മത്തെ മുത്തശ്ശൻ എത്രയാ കവിത അങ്ങയെക്കുറിച്ച് എനിക്ക് എഴുതി അയച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പൊ കൊച്ചുമകൾക്ക് എഴുതി അയക്കാണ് എന്നെ കുറിച്ച് കവിത. ഇതൊരു ഭാഗ്യാന്ന് ആലോചിക്കണം അല്ലേ? തീർച്ചയായും. അപ്പൊ ഞാൻ എന്താ വിളിക്കേണ്ടത് അങ്ങയെ ഒക്കെ പറഞ്ഞിട്ട് എൻ്റെ വീട്ടുകാരനായിട്ടാ തോന്നുന്നു എനിക്ക്. കാരണം അത്രയും ഞാൻ കണ്ടിട്ടേ ഇല്ല. അത്രയും പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നു കൊച്ചു കുട്ടി. എനിക്ക് വലിയ ഭാഗ്യം. അപർണ നമുക്ക് ഡോക്ടർ അപർണ. അന്ന് ഗൗരിയൊക്കെ വിളിക്കും. അടുത്ത കാലത്ത് ഇഷ്ടംപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ അമ്മ ഗൗരി റസലായിട്ട് അയച്ചിട്ടുണ്ട്. ഇപ്പോഴും അതേപോലെ കാത്തു സൂക്ഷിക്കുന്ന കുറേ ഓർമ്മകൾ അവർക്ക് നല്ല പോലെ ഉണ്ട്. അതൊരു ഭാഗ്യമാണ്. ഒരു നല്ല ഗുരുവിനെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഭാഗ്യം. ഞാൻ ഇതിന്റെ പറയുന്നത് കേട്ടിട്ടാണ് പുള്ളി കുറച്ച് സൈറ്റിൽ നോക്കാൻ തുടങ്ങിയത്. പിന്നെ രാമ അവിടെ എത്തുന്നത് അങ്ങനെ തന്നെയാണോ?
അല്ല, സ്വാമി രാമയുടെ രാമയെ ഞാൻ കണ്ടിട്ടില്ല. ആഹാ. സ്വാമി വേദഭാരതിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കണ്ടിട്ടുള്ളത്. സ്വാമി രാമയൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ ഹൈദരാബാദിൽ കുറേ പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ കേൾക്കാൻ വരുന്ന ഒരു വാരരുണ്ട്. അയാളെ പുരികം വാരെന്നാ പറയുന്നത്. കാരണം അയാളുടെ പുരികം കണ്ട മീശ പതി. അയാളെ BSNL റിട്ടേൺ ആലപ്പുഴയാണ്, വാരരാണ്. അപ്പം അദ്ദേഹത്തെ എനിക്കറിയാം. പക്ഷെ അങ്ങനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഹൈദരാബാദിൽ എവിടെ പ്രഭാഷണം നടത്തുന്നുണ്ടെങ്കിലും ക്ലാസ് ഉണ്ടെങ്കിലും യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ പോലും അയാൾ ഓട്ടോറിക്ഷ എടുത്ത് അവിടെ വരും. കുറേ ദൂരം 40 കിലോമീറ്റർ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുണ്ട്. ആ സമയത്ത് ആൾ എനിക്കൊരു ഗിഫ്റ്റ് തന്നതാണ് ലിവിങ് വിത്ത് ഹിമാലയൻ മാസ്റ്റേഴ്സ് എന്ന ബുക്ക്. ഇയാളെ അറിയൊന്നുമില്ല, ആരായി സ്വാമി രാമൻ ഞാൻ പഠിച്ചിട്ടില്ല, വായിച്ചിട്ടില്ല. പക്ഷെ തന്ന് വായിച്ച് 2-3 ആഴ്ച കഴിഞ്ഞ സമയത്ത് എനിക്ക് ഇമെയിലിൽ വേദഭാരതിയുടെ ഒരു ഇമെയിൽ വന്നു. ഞാൻ സ്വാമി രാമയുടെ ലിവിങ് വിത്ത് ഹിമാലയൻ മാസ്റ്റേഴ്സ് ഡിസൈപ്പിളാണ്, ഐ വാണ്ട് ടു മീറ്റ് യു പേഴ്സണലി. ഒന്ന് തേടി വന്നതാണ്. അതെ. അപ്പോൾ ചോദിച്ചു ഇദ്ദേഹത്തിന് പിന്നെ എങ്ങനെയാണ് അതിൻ്റെ സോഴ്സ് എന്നൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചപ്പോഴാണ് ഞാനവിടെ മിലിറ്ററി കോളേജിൽ ക്ലാസ് എടുക്കാം. അപ്പോൾ അവരുടെ ഭാര്യമാരുടെ ഒരു കിറ്റി പാർട്ടി ഉണ്ട്, പോട്ട്ലക്ക് മീറ്റിംഗ്സ് ഉണ്ട്. ആ മീറ്റിംഗ്സിൽ അവർക്ക് ഞാൻ കുറേ തെറാപ്പികൾ, ക്രിസ്റ്റൽ തെറാപ്പി, ലളിതാ സഹസ്രനാമം, ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മിലിറ്ററി കോളേജിൽ ക്ലാസ് കൊടുക്കുന്നുണ്ട്, ഇതും ചെയ്യും. അവർ രണ്ടാളും കമ്പൈൻ നോക്കിയപ്പോൾ ഏതോ ഒരു സയന്റിസ്റ്റ് സ്പിരിച്വലി ഹയറാണ്. ഈ കഥ ഏതോ റിട്ടയർ ആയിട്ടുള്ള ഒരു സീനിയർ ആയിട്ടുള്ള മിലിറ്ററി ഓഫീസർ ഡിഫൻസ് സെക്രട്ടറിയോട് പറഞ്ഞു. ഡിഫൻസ് സെക്രട്ടറി സ്വാമി വേദഭാരതിയുടെ ശിഷ്യാണ്. അപ്പോൾ അവര് അവിടെ ഒരു ലാബ് തുടങ്ങാൻ തീരുമാനിച്ചു. എങ്ങനെ ബയോ ഫീഡ്ബാക്കും എങ്ങനെ ഇലക്ട്രോ എൻസിലോഗ്രാഫ് ഒക്കെ ചെയ്തിട്ട് ആൾക്കാരുടെ മെഡിറ്റേഷൻ മെഷർ ചെയ്യാം. അപ്പോൾ അത് മെഷർ ചെയ്യാനുള്ള ലാബ് സെറ്റപ്പ് ചെയ്യാൻ കുറച്ച് ഫിസിക്സ് അറിയണം, ഇതിൽ താല്പര്യം വേണം. അങ്ങനെ ഒരാൾ തപ്പി നടക്കുമ്പോൾ അയാൾ സജസ്റ്റ് ചെയ്തതാണ് ഡോക്ടർ TP ശശി. അപ്പോൾ ഈ മൂന്നാമത് കെട്ട് വന്നിട്ടുള്ളതല്ലേ, എൻ്റെ പ്രായമൊന്നും അറിയില്ലല്ലോ. അപ്പോൾ എന്നെ വിളിച്ചു, സംസാരിച്ചു, കാണണം. അതിന് ഞാൻ മറുപടി അയച്ചോന്നും പോലും എനിക്ക് ഓർമ്മയില്ല. ഐ മസ്റ്റ് ഹവ് ഇഗ്നോർഡ്. ആ സമയത്താണ് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡയറക്ടറായിട്ട് വരുന്നത്. അപ്പോൾ മെയിലും പോയി, ഇന്റർനെറ്റ് കോണ്ടാക്റ്റും പോയി. ഇവിടെ വരുമ്പോൾ ഒന്നും ഇല്ലല്ലോ, അന്നത്തെ കാലം വളരെ സർവ്വസാധാരണമല്ല. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് എനിക്ക് അറിയാത്തൊരു സംഭവമാണ് ഈ ടീച്ചേഴ്സ് ഡേ. പക്ഷെ ഒരു പാഷൻ കൊണ്ട് എൻ്റെ ഒരു കാലിക്കറ്റിലെ ഇൻഡോളജിക്കൽ പബ്ലിക്കേഷൻ എന്നൊരു പബ്ലിക്കേഷൻ ചെയ്യുന്നൊരു എൻ്റെ ഡിഫൻസിൽ എൻ്റെ കൂടെ ഉള്ള കാലത്ത് അവിടെ വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ പബ്ലിക്കേഷൻസ് ഒക്കെ പ്രിന്റ് ചെയ്യാനൊക്കെ താല്പര്യം കാണിച്ചിട്ടുള്ളൊരു സുധാകരനുണ്ട്. സുധാകരൻ എനിക്ക് 2 അപ്ലിക്കേഷൻ അയച്ചു തരാം. ഒന്ന് റീഡർ പോസ്റ്റും ഒന്ന് ഡയറക്ടർ പോസ്റ്റും. ഞാൻ എന്തിനാ എലിജിബിൾ പോലും അയാൾക്ക് അറിയില്ല. രണ്ടിനും അപ്ലൈ ചെയ്യണം. ഒന്നുമില്ലെങ്കിൽ TADA കിട്ടിയ കോഴിക്കോട് ഇരുന്ന് നമുക്ക് കാണാലോ എന്നാണ് അവൻ്റെ സ്വാർത്ഥത. അങ്ങനെയാണ് ഞാൻ അത് അപ്ലൈ ചെയ്തത്. അങ്ങനെ ഡയറക്ടർ പോസ്റ്റ് വന്നു. കിട്ടിയ സമയത്ത് ആദ്യം തന്നെ ഞാൻ ചെയ്തത് എനിക്കിതൊന്ന് പഠിക്കണം അതോറിറ്റേറ്റീവായിട്ട്. പിന്നെ നമ്മളൊരു UGCയുടെ ഒരു സെന്ററാണ്. അപ്പോൾ UGCയിൽ ഒന്ന് പോകണമെങ്കിൽ നമ്മൾ വെറുതെ പോയാൽ കാര്യമില്ല. അപ്പോൾ ഒരു മാസം അവിടെ നിന്ന് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ അപ്ലൈ ചെയ്തു. അത് ഈ JNUലാണ്. അപ്പോൾ അതിന് നമ്മുടെ വീഡിയോ എഡിറ്റിങ്ങും എല്ലാം പഠിക്കണം. സിമുലേഷൻ അനിമേഷൻ സോഫ്റ്റ്വെയറും ക്യാമറയും സൗണ്ട് മിക്സിങ്ങും ഒക്കെ പഠിക്കണം. കാരണം ഇത് മൾട്ടിമീഡിയ ടീച്ചിങ്ങിന്റെ മെത്തഡോളജിയാണ്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി ഒരു മാസം ഞാൻ എടുത്തു. JNUലാണ്. അവിടെ സെന്റർ ഫോർ എഡ്യൂക്കേഷണൽ CDC കമ്മ്യൂണിക്കേഷൻ, സെന്റർ ഫോർ എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ, CEC. അവിടെ പോയ സമയത്ത് ഒരു ദിവസം വൈകുന്നേരം എന്നോട് ഞാൻ പത്രത്തിൽ കണ്ടു സ്വാമി വേദഭാരതി ഇന്ത്യ ഹാബിറ്റേറ്റ് സെന്ററിൽ ക്ലാസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ലാബ് 5 മണി വരെ വർക്ക് ചെയ്യണമെന്നൊക്കെ നിയമമുണ്ട്. പിന്നെ ഞാൻ കുറേ സീനിയറാണ്, ഡയറക്ടറാണ്, ബാക്കിയുള്ള പിള്ളേരാണ്, പറഞ്ഞാൽ വിടുന്നൊക്കെ എനിക്കറിയാം. അപ്പം ഞാൻ ആ ലാബ് ഇൻചാർജിനോട് പറഞ്ഞു ഞാൻ പോവാം, ഞാൻ കുറച്ച് നേരത്തെ പോകും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തിനാ പോകും, ഇതിനാണ്. അപ്പോൾ അയാൾ പറഞ്ഞു എനിക്കും വരണം നാട്ടിൽ, ഐ വിൽ ഡ്രൈവ് യു, അല്ലെങ്കിൽ നമ്മൾ ബസ്സിൽ കയറി പോകണം. അപ്പോൾ സന്തോഷം. പോയി അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്തുമ്പോഴത്തേക്കും വൈകി. ക്ലാസ്സൊക്കെ തുടങ്ങി. 400 പേരുണ്ട്. ഈ സ്വാമി വേദഭാരതി 400 പേരുണ്ടെങ്കിലും മൈക്കില്ലാണ്ടാ സംസാരിക്കും. എന്തിനാണ്
സൈലൻസ് ആണ് അദ്ദേഹത്തിന്റെ നേരം. അപ്പൊ ശരിക്കും ശ്രദ്ധിക്കുന്നവർ മാത്രം കേട്ടാൽ മതി. പക്ഷെ പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും, ഒരു ശബ്ദം ഉണ്ടാകും. കണ്ടിട്ടുണ്ട്. മെഡിറ്റേഷനും സൈലൻസും ഒക്കെയാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ what we want is totally be silent, and to get into silence most important is ഇങ്ങനെ സംസാരിക്കും. ഫസ്റ്റ് ഞാൻ കണ്ട ഫസ്റ്റ് വീഡിയോ ഏതാണ് തുടങ്ങുന്നത് ഇങ്ങനെയായിരുന്നു. ഒക്കെ സൈലൻസ് പഠിക്കണം. ഒരു 8 വീഡിയോസ് സൈലൻസിനെ ബേസ് ചെയ്ത് എല്ലാം മിക്കവാറും അങ്ങനെയാണ്. അപ്പൊ ഞാൻ ലാസ്റ്റ് ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇരുന്നതേ ഓർമ്മയുള്ളൂ. 10 മിനിറ്റ് ആണോ, 1 മണിക്കൂറാണോ, 2 മണിക്കൂറാണോ, 4 മണിക്കൂറാണോ, ഒന്നും അറിഞ്ഞില്ല. ഐ വാസ് ടോട്ടലി ഇമേഴ്സ്ഡ് ഇൻ ദാറ്റ്. ക്ലാസ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഡോക്ടർ TPS കം ടു സ്റ്റേജ്. ഇയാൾക്ക് എന്നെ അറിയില്ല, എൻ്റെ പടം കണ്ടിട്ടില്ല, ഞാൻ വെബ്സൈറ്റിലുള്ള ആളല്ല, ഞാൻ അവിടെ വന്നു എന്നുള്ളതിന് ഒരു മെസ്സേജും കൊടുത്തിട്ടില്ല, എങ്ങനെ ഇയാളാണ്? മനസ്സിലായി? അയാളെ കാണാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ തുക്കി നടക്കാം. അപ്പോഴാണ് ഞാൻ നേരെ പോയി, വി വിൽ ഹാവ് ഡിന്നർ ടുഗദർ. യു ക്യാൻ ഓൾസോ കോൾ ദ ഫെലോ ഹു കെയിം അലോങ് വിത്ത് യു. എന്തിനാ ഞാൻ ഒരാളെൻ്റെ കൂടെ ഡ്രൈവ് ചെയ്ത് വന്നിട്ടുണ്ടെന്ന് പോലും അദ്ദേഹം അറിയുന്നു. അതീന്ദ്രിയത്നാണ് ഉണ്ടാകുന്നത്. എന്താ പറയുക, എല്ലാ ഗുരുക്കന്മാരുടെയൊക്കെ. അത് കഴിഞ്ഞ് ഡിന്നറിൻ്റെ സമയത്ത് അന്ന് ഞാൻ ഈ വാരം എനിക്ക് ബുക്ക് തന്നില്ല എന്ന് വിചാരിക്കും. ഞാൻ സ്വാമി രാമയെ അറിയില്ല എന്ന് വിചാരിക്കും. ഇങ്ങനൊരു ഇമെയിൽ എനിക്ക് വന്നാൽ ആരോ പറഞ്ഞിട്ടാണല്ലോ ഇമെയിൽ. അതിനു മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണല്ലോ സ്വാമി രാമയുടെ ബുക്ക് എൻ്റെ കയ്യിൽ എത്തിയത്. ഇതൊക്കെ ഒരു ഒരു നിമിത്തം. അത് വരുമ്പോഴാണ് അദ്ദേഹത്തെ അറിയുന്നത്. അങ്ങനെ ഒരു വലിയൊരു, അത് കഴിഞ്ഞിട്ട് ഞാൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ ഒരു കാര്യമില്ല. യൂണിവേഴ്സിറ്റി ഇല്ലെങ്കിൽ ഞാൻ ഡിപ്പാർട്ട്മെന്റിലാണ്, സ്പേസിലാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമിനും പോവില്ല. കാരണം അതിനേക്കാളും തിരക്ക് പിടിച്ച ദിവസങ്ങളായിരുന്നു. അതെ, ആ ഒരു സമയം കറക്റ്റായിട്ട് വന്നു, അതിങ്ങനെ പോയി, അതിങ്ങനെ പോയി. അതുകൊണ്ട് അതിൽ വിശ്വസിക്കുന്നതാണ്. ഒന്നും എൻ്റെ കഴിവോ ഞാൻ വേണമെന്ന് വിചാരിച്ചിട്ടോ, ഞാൻ വേണമെന്ന് വിചാരിച്ചിട്ടല്ലോ നിങ്ങളിവിടെ വന്നു, ഞാൻ വേണമെന്ന് വിചാരിച്ചിട്ടാണോ? അല്ല. ഇത് ഈ ഗ്രൂപ്പിൽ ഞാൻ ഇട്ടത് പോലും ആരാണോ വരണം, കാണണം, കൺഫർമേഷൻ കാണുന്നത്, സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കുന്നത്. ഇദ്ദേഹം അധികം മെസ്സേജ് അയക്കാറില്ല. അങ്ങനെ മെസ്സേജ് അയച്ച് കോണ്ടാക്റ്റിലുള്ള ആൾക്കാരെയാണ് ഞാൻ ആ ഗ്രൂപ്പിൽ ചേർത്തില്ല. അല്ലാതെ അങ്ങനെ ആരും ചേർത്തില്ല. മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ലാത്ത വ്യക്തിയാണ്. അങ്ങനെ അയച്ച് കൺഫേം ചെയ്ത് ഉള്ള ആൾക്കാരെയാണ് അതിനകത്ത് ചേർത്തിട്ടുള്ളത്. അതിൽ കാണണം താല്പര്യമുള്ളവരെ മാത്രമേ. അല്ലാത്തൊരു, ഞാൻ വീഡിയോസ് കാണാറുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഇതെല്ലാം ഞാൻ ഇതിന് എലിജിബിൾ ആണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള തോട്ടം എനിക്ക് നമ്മളൊന്നും വിചാരിച്ചിട്ടല്ല നടക്കാന്ന് വിശ്വസിക്കുന്നത്. ഒരു നിമിത്തമാണ്. ആ നിമിത്തത്തിലാണ് നമ്മളങ്ങനെ KPC പരിചയപ്പെടുത്തുന്നത്. KPC അറിയാതെയാണെങ്കിൽ ഞാൻ ഒരിക്കലും സ്വാമി രാമയുടെ എത്തില്ല. കാരണം അദ്ദേഹത്തിനെ ഇംപ്രസ് ചെയ്തത് എന്താ വെച്ചാൽ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കാര്യം വരുമ്പോൾ ഒട്ടനെ ഞാൻ ശ്ലോകം ചെല്ലും. ആ ശ്ലോകം ചെല്ലുന്ന സമയത്ത് I love the South Indian style of chanting. Will you please once again? അന്ന് അദ്ദേഹം റെക്കോർഡ് ചെയ്യും ഞങ്ങൾ സംസാരിക്കുന്നത്. അദ്ദേഹം റെക്കോർഡ് ചെയ്യും, എന്നിട്ട് പറയും, chant once again, want to hear that again from you. It's so marvelous. അത് കേൾക്കുമ്പോഴേ നമ്മൾ അറിയാണ്ട് കൂടെ വന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ പരിപാടി, ഒരു ലാബ് ഉണ്ടാക്കണം, അതിനുവേണ്ടിയാണ് തന്നെ കോണ്ടാക്ട് ചെയ്ത്. ഫോർ 3 years നത്തിങ് ഹാപ്പൻഡ്. ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഇതിന് താല്പര്യമുള്ള ഇന്ത്യയിൽ അങ്ങ് വിചാരിക്കുന്ന പോലെ ഞാൻ റിട്ടയർ ആയിട്ട് ആശ്രമത്തിൽ വന്ന് താമസിക്കാൻ പറ്റിയ ആളൊന്നുമില്ല. അന്ന് 32 വയസ്സേ ഉള്ളൂ. ഇപ്പോഴൊന്നും ഞാൻ റെഡിയല്ല. 59 വയസ്സ്. ഇപ്പം ഞാൻ അതിനൊന്നും റെഡിയല്ല. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കോൺഫറൻസ് നടത്താം. അപ്പോൾ അതിൽ താല്പര്യമുള്ള കുറേ ആൾക്കാരെ കാണുമല്ലോ, അതിനകത്ത് ആരെങ്കിലും ചൂസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാം. ആ ഒരു ഐഡിയ ഞാൻ മൂട്ട് ചെയ്തു. അപ്പോൾ അയാൾ പറഞ്ഞു കോൺഫറൻസ്. 2009 പ്രോബബ്ലി യെസ്, 2009 we can have it. അതുവരെ കലണ്ടറിൽ ഡേറ്റ് ഇല്ല. അങ്ങനെ അതാണ് പ്ലാൻ ചെയ്തത്. ആ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ കോൺഫറൻസ് നടത്തുന്നത്. മെഡിറ്റേഷൻ ആൻഡ് പെയിൻ മാനേജ്മെന്റ് എന്നാണ് പേര്. സമാധിയും വ്യഥയും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത്. അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം പരിചയപ്പെട്ട് കാണുമ്പോൾ തന്നെ നമ്മുടെ സജഷൻ പറയുന്നു, അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നെ ഒന്നും അദ്ദേഹം ഏറ്റെടുത്തില്ല. ഞാൻ പറഞ്ഞത് അവിടുത്തെ ആശ്രമത്തിലെ എല്ലാവരോടും പറഞ്ഞു, ഡോക്ടർ TPS is our chief,
ഹി വിൽ ടെൽ വാട്ട് യു ഷുഡ് ഡു, എവറിബഡി ഷുഡ് ഒബേ. അത് കഴിഞ്ഞ് നമ്മൾ കോൺഫറൻസ് ഒക്കെ നടത്തിയിട്ട് അവിടെ ഒരു ഹിന്ദുസ്ഥാനി മ്യൂസിഷ്യൻ നല്ല പാട്ട് പാടും. പാട്ട് പാടുമ്പോൾ കേൾക്കാനൊക്കെ ഇരിക്കുന്നു, നമ്മളൊക്കെ അടുത്തിരിക്കുന്നുണ്ട്. സ്റ്റോപ്പ്, ഐ ഡിഡ് നോട്ട് റൈറ്റ് ലൈക്ക് ദിസ്. ഏതോ സൂഫി എഴുതിയിട്ടുള്ള ഏതോ പാട്ട് പാടുമ്പോൾ വേദഭാരതി എന്താ പറയണേ, ഞാൻ ഇങ്ങനെയല്ല അത് എഴുതിയത്. കാരണം അത് പാടുമ്പോഴത്തേക്കും ആ എഴുതിയ ആളുടെ മനസ്സിലേക്ക് അയാൾ കയറി പരകായ പ്രവേശം ചെയ്ത് ആ വിദ്വാനായി മാറി. എന്നിട്ട് യു ട്രൈ ലൈക്ക് ദിസ്, എന്നിട്ട് ലിറിക്സ് മാറ്റാണ്. ആ ലിറിക്സ് മാറ്റി പറയും, ആ ദിസ് ഈസ് ദ മോസ്റ്റ് ആപ്റ്റ് വൺ അയാൾ പാട്ടുകാരൻ പറയണം. ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണല്ലേ. നമ്മളൊക്കെ ആകെയുള്ളൊരു അനുഭവം അവരുടെയൊക്കെ അടുത്തിരിക്കാൻ പറ്റി. അതിലൊക്കെ ആശ്രമത്തിലൊക്കെ എത്രയോ 10 കൊല്ലം 12 കൊല്ലമൊക്കെ സീനിയർ ഓഫീസേഴ്സ് ആയിട്ടുള്ളവർ അദ്ദേഹത്തെ ഒന്ന് തൊടാനും അടുത്തിരിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ കോൺഫറൻസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ബ്രീഫ് ചെയ്യാൻ പോയ സമയത്തായിരുന്നു കമ്പൻസേറ്റ് ചെയ്യുന്നത്, അടുത്തിരുത്തി. അപ്പൊ അവർക്കൊക്കെ ചോദിക്കാണ്, when he calls for dinner, shall I come? How am I to decide whether you will come or you will come? Swamiji will decide, no? അപ്പോൾ പി എയോട് പറയും, ഓൺലി ഡോക്ടർ TPS can come. എന്നിട്ട് ചപ്പാത്തി കഴിക്കുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു, how much it cost? Lotus seeds you eat, enjoy this. I know when I trust you, I have given you a job. You don't have to tell me what you are doing. I know everything will go correct. ഇതൊരു ട്രസ്റ്റ് ആണെന്ന് ആലോചിച്ചു. നമ്മളൊരു പണി കൊടുത്താൽ പിന്നെ അത് ചെയ്തു ചോദിച്ചോണ്ടിരിക്കില്ല. When I give you, I know you will do it. So don't brief me. I don't require that. അത് ബ്രീഫ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. എനിക്കറിയാം അതൊക്കെ നടന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ബ്രീഫ് ചെയ്യേണ്ട കാര്യമില്ല. I trust you totally. Do it the way you want. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, അന്നൊന്നും നമുക്ക് ഈ വീഡിയോഗ്രാഫിയും ക്യാമറയും ഒന്നും അത്ര എളുപ്പം കിട്ടുന്ന പോലെ ഡിജിറ്റൽ ഒന്നും അല്ലല്ലോ, കാസറ്റ് ഒക്കെ ഇട്ടിട്ട് വേണ്ടേ. അപ്പൊ അന്ന് NIT റൂർക്കിയിൽ ഞാൻ ഈ കോഴ്സ് ചെയ്തുവല്ലോ, ചെയ്ത സമയത്ത് NIT റൂർക്കിയിൽ എൻ്റെ കൂടെ കോഴ്സ് ചെയ്ത ഒരു പ്രൊഡ്യൂസർ ഞാനോട് പറഞ്ഞു, 3 ക്യാമറ ഒക്കെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോക്കണം റൂർക്കിയിൽ നിന്ന്. അത് ഗവൺമെന്റ് പ്രോഗ്രാമാണ്, ഇത് റയറായിട്ട് കിട്ടുന്ന ചാൻസ് ആണ്. അപ്പൊ ഞാനന്ന് ഡയറക്ടറാണ്. അപ്പൊ അവരൊക്കെ അങ്ങോട്ട് ഉപയോഗിച്ചു UGCയിലുള്ള. ആ ചെയ്യുന്നതൊക്കെ അക്കാഡമിക് UGCക്കാരാ, റെക്കോർഡ് ചെയ്യുന്നത് ഫുൾ UGCക്കാരാ. ഏതെങ്കിലും കോൺഫറൻസിന് അന്നൊന്നും അങ്ങനെ അവർ വന്നിട്ട് ടീം വന്നിട്ടൊന്നും ചെയ്യാറില്ല. അവർ നിങ്ങൾക്ക് നല്ല ശാപ്പാട്, നല്ല ഭക്ഷണം, നല്ല അക്കോമഡേഷൻ, സ്വാമിയുടെ അടുത്തിരിക്കാനും പറ്റും. വരുന്നത് വെച്ചു വരാം, അവർ ഫുൾ റെക്കോർഡ് ചെയ്തു. അതൊക്കെ ഒരു ആ സമയത്ത് ഈ കോഴ്സ് നടന്നില്ല, കോഴ്സ് നടക്കാതെയാണ് ഞാൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നോക്കി, അങ്ങനെ ഒരു ക്രമത്തിൽ അങ്ങോട്ട് പോകും. അതിനുശേഷമാണല്ലേ റിസൈൻ ചെയ്യുന്നത് ഇവിടെ? അല്ല, ഞാൻ 2009 ആകുമ്പോഴത്തേക്കും പിന്നെ മിക്കവാറും 2002 മുതൽ ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി. 2003 മുതൽ മാതാമൃതാനന്ദയുടെ ബർത്ത്ഡേ. അതിന് ഹൈദരാബാദില് ഒരു കോൺഫറൻസ് വന്ന സമയത്ത് ഗോപാലകൃഷ്ണൻ, ഡോക്ടർ N. ഗോപാലകൃഷ്ണനെ ഞാൻ ക്ലാസ് എടുക്കാൻ വിളിച്ചു. ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഇദ്ദേഹത്തെ ഒരു കോൺഫറൻസിന് വിളിച്ച ആൾ വരുമല്ലോ, തീയടിയെ കൊടുക്കും. ഞാനതിന് മുമ്പ് ഞാൻ കാശ് മുടക്കിയിട്ടാണ് കൊണ്ടുവന്നത്. അന്നൊക്കെ ഫ്ലൈറ്റ് ഫെയർ ചെറുതൊന്നും അല്ല, നമ്മുടെ ശമ്പളത്തിന്റെ നേരെ ഡബിളൊക്കെയാണ്. എന്നിട്ടും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നൊന്നും അത്ര ധൈര്യമില്ല, അന്ന് അത്രയും ധൈര്യം ഉണ്ടായിരുന്നു, പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അപ്പം ആ കോൺഫറൻസിന് ഞാൻ എന്തായാലും ഒരു സ്ലോട്ട്, ഹാഫ് ആൻ അവർ, ഡോക്ടർ N. ഗോപാലകൃഷ്ണൻ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ പരവിദ്യ ആൻഡ് അപരവിദ്യ. ഇതെന്താണ് പരം, എന്താ അപരെന്ന് പോലും എനിക്കറിയില്ല. ഗോപാലകൃഷ്ണൻ എന്തായാലും കൊണ്ടുവരുന്നു, എനിക്കൊരു ആഗ്രഹം. അങ്ങനെ അത് യെസ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ അദ്ദേഹത്തെ വിളിച്ചപ്പോഴാണ് ഞാൻ വരില്ല പറഞ്ഞപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, അദ്ദേഹം വരില്ല, അതൊന്നും നടക്കില്ല, നിങ്ങൾക്ക് തന്ന സ്ലോട്ടാണ്, ആരെ അഞ്ച കണ്ടുപിടിച്ചോളാം. നമുക്ക് വേറെ ആരും അറിയില്ല. ആരെയും കണ്ടുപിടിക്കാൻ പറ്റാത്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ ആരും ഞാൻ തന്നെ പറഞ്ഞു. അങ്ങനെ ഞാൻ സ്റ്റേജിൽ കയറി ആദ്യമായിട്ട് അങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കയറുക. ആ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ 40 ടോക്ക് എനിക്ക് ബുക്കായി ഒരു മാസം. അപ്പൊ എനിക്ക് തോന്നി, അറിയാത്ത പരവിദ്യം അപരവിദ്യം എനിക്ക് പറയാൻ പറ്റും.
അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഒരു ധൈര്യം. പിന്നെ 40 പ്രഭാഷണങ്ങൾ കഴിഞ്ഞപ്പോൾ തിരക്കോട് തിരക്കായി. അങ്ങനെ 2002 മുതൽ എല്ലായിടത്തും ഏതൊക്കെ സ്ഥലത്ത് പോകാൻ പറ്റുമോ, ദുബായ്, മസ്കറ്റ്, എല്ലായിടത്തും പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ചു ഇനിയിപ്പം മതി, പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒഴിവാകാം. 2009 പെൻഷൻ എടുത്തു. അപ്പോഴാണ് ഞാൻ PNC മേനോൻ്റെ അടുത്ത് പാലക്കാട് പോയിട്ട് എഡ്യൂക്കേഷൻ പ്രോജക്റ്റ് ഒക്കെ ചെയ്ത് അക്കാഡമിക്സിലേക്ക് പോയി. അക്കാഡമിക്സ് ആണ് എൻ്റെ ബേസിക് താല്പര്യം എന്ന് വിചാരിച്ചാൽ അതിനകത്ത് പോയി. ഇപ്പൊ അടുത്ത കാലത്ത് ലക്ഷ്മി ഗോപാലകൃഷ്ണനൊക്കെ മരിച്ചല്ലോ, ഡോക്ടറിനൊക്കെ കഴിഞ്ഞ സമയത്ത് അവർക്കൊരു വാക്വം ഉണ്ടെന്നൊക്കെ തോന്നിയിട്ട് ഇങ്ങനെ ലക്ഷ്മി എന്നെ കോണ്ടാക്ട് ചെയ്തു, ശരി എന്ന് പറഞ്ഞു. അതേ സമയത്ത് അത് കേട്ടിട്ട് ABC വന്നു, ABC കോണ്ടാക്ട് ചെയ്തു. പിന്നെ ഇതൊക്കെ സ്ഥിരമായിട്ട് വായിക്കുകയും പഠിക്കുകയും അമേരിക്കയിൽ പോകുമ്പോഴൊക്കെ ഗ്രൂപ്പിനെ പഠിപ്പിക്കുകയും സത്സംഗം വളരെ സൈലന്റ് ആയിട്ട് കുറെ ബുക്കുകൾ എഴുതുകയും ഇതൊക്കെ പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ടച്ച് വിട്ടിട്ടില്ല. നമ്മുടെ ആത്മസമർപ്പണം അല്ലെങ്കിൽ നമുക്കൊരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു. ആരെയും പഠിപ്പിക്കാൻ വേണ്ടി ഒന്നും പഠിക്കാറില്ല. പക്ഷെ പിന്നെ പല സ്ഥലത്തും പ്രഭാഷണം നമുക്ക് അറിയാം, മിക്കവാറും ഇതൊക്കെ ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയും. അന്നൊക്കെ എഴുതി നോട്ട് ഉണ്ടാക്കി സ്ലിപ്പ് ഉണ്ടാക്കിയിട്ടൊക്കെയാണ് പോവാറ്. അറിയുന്ന കാര്യം പറയും. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ തൃച്ചംബരത്ത് അമ്പലം എന്നൊക്കെ പറഞ്ഞ കൃഷ്ണക്ഷേത്രം, അവിടെയൊക്കെ പ്രഭാഷണം ചെയ്യുമ്പോൾ അമ്മയുടെ സിസ്റ്റേഴ്സും വളരെ സീനിയർ ആയിട്ടുള്ള നമ്മുടെ ആൾക്കാരൊക്കെ അല്ലേ, അവരുടെ മുമ്പിലൊക്കെ നമ്മൾ പ്രഭാഷണം നടത്തുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. പിന്നെ പല സ്ഥലത്തും പോകാൻ പറ്റി, യാത്ര ചെയ്യാൻ. ഇനി ഈ ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്ന സമയത്ത് എല്ലായിടത്തും പോകുമ്പോൾ നമ്മൾ കുറേ യാത്ര ചെയ്യും. യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു നോളജ് ഉണ്ട്. രാമേശ്വരം പോകുന്ന സമയത്ത് രാമേശ്വരം, അത് കഴിഞ്ഞ് ദിയോഘർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്കൂൾ ഇനോഗ്രേഷന് പോയി. സ്കൂൾ ഇനോഗ്രേഷന് പോയ സമയത്ത് വിവേകാനന്ദ സ്കൂൾ എന്നുള്ള പേര്. അപ്പൊ അത് ദേവഘർ എന്നാണ്. ദേവഘർ എന്ന് പറഞ്ഞ രാവണൻ പ്രതിഷ്ഠ നടത്തിയ ശിവക്ഷേത്രം. അത് അവിടുത്തെ ആരതി എന്ന് പറയുന്നത് നമ്മുടെ കാശിയിലെ ആരതി പോലെ. എവിടെയത്? ജാർഖണ്ഡിൽ. അവിടെ ഇപ്പൊ ഒരു എയർപോർട്ട് വന്നു, ദിയോഘർ എന്നാണ്. DEO, ബട്ട് ദേവഘർ എന്നാണ് എന്റെ പേര്. ദേവഘർ എന്ന് നോക്കിയാൽ അറിയാം. അപ്പൊ ദേവഘറിൽ നമ്മള് മാർക്കറ്റിലൊക്കെ നടക്കുമ്പോ, അതിന് മുമ്പ് ഞാൻ കാശി പോയത്, തൊട്ട് മുമ്പ് 1 മാസം മുമ്പ് 2 മാസം മുമ്പ്. അപ്പൊ ആ ദേവഘറിൽ നടക്കുമ്പോൾ കാശിയുടെ സ്ട്രീറ്റിൽ നടക്കുന്ന അതേപോലെ തോന്നും. അജഗജാന്തര വ്യത്യാസമുണ്ട്. പക്ഷെ സ്ട്രീറ്റുകളും ആൾക്കാരും ഭക്ഷണവും ഒക്കെ ഒരേപോലെ, ആരതി പോലും അതുപോലെ. അപ്പൊ അവിടെ എത്തുന്ന സമയത്ത് ആരതിക്ക് പോകാൻ തൊഴുതിട്ട് വരാമെന്ന് മാത്രമേ വിചാരിച്ചത്. അപ്പം അന്ന് UP-യിലെ ഈ അഡ്വക്കേറ്റ് ജനറൽ ഒന്നത്തെ ടോപ്പ് മോസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹം ഒരു ഗസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ലേറ്റ് ആയിട്ടാവും. അപ്പൊ ഞാൻ അദ്ദേഹം ഇനോഗ്രേറ്റ് ചെയ്തത്. ലേറ്റ് ആയിട്ട് വന്ന് ഞാൻ ഇനോഗ്രേറ്റ് ചെയ്തു. പ്രോഗ്രാം നടക്കണം. അത് കഴിഞ്ഞപ്പോ അദ്ദേഹം വന്നപ്പോ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പം ആരാ ഇനോഗ്രേറ്റ് ചെയ്തെന്ന് ചോദിച്ച സമയത്ത് സോറി ലേറ്റ് ആയിരുന്നു, ഡോക്ടർ TPS. അപ്പൊ ഞാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ പരിചയപ്പെടേണ്ട കാര്യം പോലും ഇല്ല. അപ്പൊ ഏതായിരുന്നു ക്ഷേത്രത്തിൽ പോകുന്നത്. പോകുമ്പോഴത്തേക്കും അവിടെ VVIP ട്രീറ്റ്മെന്റ് ആണ് അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹം എന്നെ VVIP ആയിട്ടാണ് അദ്ദേഹം കരുതുന്നത്. പിന്നെ കൊണ്ടുപോയിട്ട് ഈ പൂജാരി ഇരിക്കുന്നതിന്റെ പിന്നിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ശരിക്കും ബ്രാഹ്മണന്മാർ മാത്രം ഇരിക്കുന്ന മണ്ഡപമാണ്. അപ്പൊ അദ്ദേഹം ഇരിക്കുന്നു, ഞാൻ. അപ്പം ആ പൂജാരി ആരതി കാണിക്കുമ്പോഴും ഒക്കെ മുമ്പിൽ ആൾക്കാർ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ, അതിൽ ഫുൾ നമ്മളുണ്ടാവും ആ ഒരു ദിവസം. ഇതൊക്കെ ഒരു ഭാഗ്യമാണ്, അറിയാണ്ട് പെട്ടു. അദ്ദേഹം ഇല്ല, ലേറ്റ് ആയില്ല, ഇനോഗ്രേഷൻ കഴിഞ്ഞ് അപ്പൊ തന്നെ പോയി, ഒരിക്കലും കാണാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരിക്കലും എനിക്കൊരു ഒരു ഞാൻ വേണമെന്ന് വിചാരിച്ചിട്ടില്ലെങ്കിലും വേണമെന്ന് വിചാരിച്ചാലും വേണ്ട കാര്യങ്ങളൊക്കെ സംഭവം കൃത്യമാണ്. ഇപ്രാവശ്യം ഞാൻ മധുരയിൽ പോയപ്പോഴും രാമേശ്വരത്ത് പോയപ്പോഴും അങ്ങനെ. നമ്മൾ ചുമ്മാ ചോദിക്കുമല്ലോ, എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്ക് പോയ ഡ്രൈവറോട് ചോദിച്ചു, ഇന്ന് നല്ലൊരു ബെസ്റ്റ് വണ്ടി വേണം, മധുരയിലുള്ള ടോപ്പ് വണ്ടി. അപ്പോൾ ഉടനെ അയാൾ വിളിച്ചിട്ട് പറഞ്ഞു, മിഞ്ഞാന്ന് കണ്ട ഏത് മന്ത്രിക്ക് എസ്കോട്ട് പോയി അദ്ദേഹത്തിന്റെ റിലേറ്റീവിനെ അങ്ങോട്ട് പോയിട്ടുണ്ട്, കാറിന് VVIPക്ക് മാത്രം ഓടാറില്ല. അപ്പൊ എന്റെ കൂടെ ഉണ്ട് ഒരാൾ. അപ്പൊ ചോദിച്ചു സാബ് ഫോൺ ആരാന്ന് ചോദിച്ചു. അവർ ചോദിച്ച സമയത്ത് പണ്ട് ക്യാബിനറ്റ് സെക്രട്ടറിയിലേക്ക് ഉണ്ടായിരുന്നു. എന്നപ്പോ VVIP ഒന്നും ബോർഡൊന്നും മാറ്റാണ്ട് വരാം. അവൻ പിന്നെ ഈ സൈറിന് അടിച്ചിട്ട് അടിച്ചിട്ട് അപ്പോണ് രാമേശ്വരത്തൊക്കെ അമ്പലത്തിലൊക്കെ നേരെ അങ്ങോട്ട് കയറി.
പിന്നെ ഡ്രൈവറിനെ അവന്റെ കോണ്ടാക്ടിനെ വിളിച്ചു റെഡിയായിട്ട് VVIP വരുന്നുണ്ട്. എങ്ങനെ കൊണ്ടുപോകണം ഒന്നും അറിയുന്നില്ല. ഇത് ഞാൻ വേണമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞിട്ട് ഒന്നുമല്ല. അതിങ്ങനെ ജസ്റ്റ് ഇറ്റ് ഹാപ്പൻസ്. നമ്മൾ നോന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ നടന്നു പോകുന്ന എല്ലായിടത്തും നല്ല കണ്ടായിരുന്നു വീഡിയോ. അത് കഴിഞ്ഞ് നമ്മുടെ ഇവിടെ പോയല്ലോ സേതു, അവിടെ പോണ സമയത്ത് ആ കംപ്ലീറ്റ് ഐലൻഡ് ഫ്രീ അല്ലേ. പക്ഷെ അങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് നിറയെ ആൾക്കാരാണ്. അപ്പൊ നേരെ ഇവൻ VVIP അടിച്ചു പോലെ ഈ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവല്ലോ റോഡ്. അവനിങ്ങനെ ട്രീറ്റ് അടിച്ചിട്ട് ഇത് VVIP ബോർഡ് കൊണ്ട് കീക്കി എല്ലാ പോലീസുകാരും ഇതൊക്കെ മാറ്റിട്ട് നേരെ വഴിയായിട്ട് നമ്മളങ്ങോട്ട് അതിന്റെ ഉള്ളിൽ പോയി അവിടെ കൂടി. ശരിക്കും അങ്ങനെ പോകാൻ പാടില്ല. ഞാൻ ആ പൊസിഷനൊന്നും ഉള്ള ആളൊന്നുമല്ല. നമ്മള് വേണമെന്ന് വിചാരിച്ചിട്ടല്ല ചെയ്യണം. അതല്ലെങ്കിൽ കുളിച്ചിട്ടൊക്കെ വരുമായിരിക്കും. പക്ഷെ ഒരു 6 മണിക്കൂർ 8 മണിക്കൂറൊക്കെ ഇതിപ്പോ 20 മിനിറ്റ് കൊണ്ട് നമ്മുടെ പണിയൊക്കെ തീരും. എല്ലായിടത്തും അങ്ങനെ. നമ്മളിപ്പോ ബദ്രീനാഥ് പോകുമ്പോഴും ഞാൻ അവിടുത്തെ ശങ്കരാട്ടനാണ് അവിടുത്തെ റാവൽജി, നമ്മുടെ പെയിന്റുകാരൻ, അവിടുത്തെ പൂജാരി. അപ്പൊ അദ്ദേഹത്തെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഈ ഒരു അനുഭവം വന്ന സമയത്ത് നേരെ പിടിച്ചു പോയി. അപ്പോൾ വയസ്സായിട്ടുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു ഞാൻ ഇപ്പോൾ വരാം, ഞാനും വരാം സ്റ്റേഷനിലേക്ക്, അല്ലെങ്കിൽ അവരൊന്ന് പറഞ്ഞേക്കില്ല. അവിടെ റാവൽജി എന്ന് പറഞ്ഞ രാജാവിനെ പോലെയാണ്. കാരണം ആ ഒരു കംപ്ലീറ്റ് സിറ്റി നടക്കുന്ന ഒറ്റ അമ്പലത്തിന്റെ പേരിലാണ്. എൻ്റെ ചീഫാണ്, അവിടുത്തെ സെക്രട്ടറിയാണ് ട്രസ്റ്റിന്റെ. ഞാനും വരാം. എല്ലാ പോലീസുകാർക്കും നമ്മളൊരു ഡിഫറൻസ് ഉണ്ട്. അദ്ദേഹം തന്നെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും. അതുപോലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചോദിച്ചില്ല, ഗുരുവായൂർ പോയോ? ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഞാൻ ആദ്യമായിട്ട് ഗുരുവായൂർ പോയി, പണ്ട് പോയിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എൻ്റെ ഓർമ്മയിൽ ആദ്യം പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ജമ്മോളജിസ്റ്റ്, അദ്ദേഹമായിട്ട് കുറെ അസ്ട്രോളജിയും ജമ്മോളജിയും ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു സ്റ്റുഡിയോയിൽ വിളിച്ചു പറഞ്ഞിട്ട് വന്നു നമ്മളൊരു ഇന്റർവ്യൂ. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഏഷ്യാനെറ്റ് വിഷൻ. അത് കഴിഞ്ഞ സമയത്ത് അദ്ദേഹം ഗിഫ്റ്റ് തന്നത് ഈ പ്രഭ പൊട്ടിപ്പോയിരുന്നു ഗുരുവായൂർ. ആ പ്രഭ പൊട്ടിപ്പോയത് കൊണ്ട് അത് റിപ്പയർ ചെയ്യാൻ പോകുമ്പോൾ അയാൾ എടുത്തിട്ടുള്ള ഒരു പടമാണ്. അതിപ്പോ മറ്റേ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഭാഗ്യമാണ്, കിട്ടില്ല. പിന്നെ എൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത് ഒരു നമ്മൾ പറഞ്ഞു ഇപ്പൊ ഈ ഏട്ടൻ, നമ്മളിപ്പോ കണ്ട ഏട്ടനെ കണ്ടു, കുറേ കരുണാരേട്ടനെ കണ്ടു, ശാന്തേച്ചിയെ കണ്ടു. പിന്നെ കാണാൻ പോകുന്ന ഒരു മഹാപുരുഷനാണ് എൻ്റെ ഏട്ടൻ. ഇതെന്റെ ഏട്ടൻ പപ്പട്ടൻ. ഇതാണ് എൻ്റെ ഏട്ടൻ പപ്പട്ടൻ. പപ്പട്ടന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ ഇല്ലേ? ഇന്ന് കുളത്ത് പോകുന്ന വെള്ളം നല്ല വെള്ളം. ഞാൻ ശരണയും കുട്ടി നാളെ നീന്തൽ ഉസ്താദെങ്കിൽ ഉസ്താദ്. എവിടെയാ സ്വദേശം? എവിടെയാ ഇത്? വലിയ മനുഷ്യനാണ്, റഫറിയാണ്. ഞാൻ പറയാം ജിമ്മി ജോർജിന്റെ നമ്മളൊക്കെ അലൈനിന്റെ പോയപ്പോ ജിമ്മി ജോർജിന്റെ ബ്രദർ വന്നു. തൊട്ടടുത്ത് എന്റെ ഫ്രണ്ട് ജെയിംസ് കണ്ടാ നിങ്ങൾ